ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇന്ന് എന്നെ ശ്രമിക്കുന്ന എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും നമ്മെ ചേർത്തുകൊള്ളുവാനായി വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. നാം ഈ ദിവസങ്ങളെല്ലാം അപ്പോസ്തലനായ പൗലോസിനെക്കുറിച്ചും തൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചും ചിന്തിക്കുകയായിരുന്നല്ലോ. ഇന്ന് നമ്മൾക്ക് അപ്പോസ്തലൻ്റെ ജീവിതത്തിലുള്ള ചില കാര്യങ്ങൾ സഭായുഗത്തിൽ അതുതന്നെ നമുക്ക് എങ്ങനെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം. നമുക്ക് ഒരു വേദഭാഗം വായിക്കാം. 1 കൊരിന്ത്യർ 12 29 വാക്യം. എല്ലാവരും അപ്പോസ്തലന്മാരോ, എല്ലാവരും പ്രവാചകന്മാരോ, എല്ലാവരും ഉപദേഷ്ടാക്കന്മാരോ, എല്ലാവരും വീര്യപ്രവൃത്തികൾ ചെയ്യുന്നവരോ, എല്ലാവർക്കും രോഗശാന്തികളുടെ വരമുണ്ടോ, എല്ലാവരും അന്യഭാഷകൾ സംസാരിക്കുന്നതോ. വേറൊരു വേദഭാഗം കൂടെ വായിക്കാം. 1 കൊരിന്ത്യർ 13 വാക്യം. സ്നേഹം ഒരു നാൾ 8 വാക്യം. സ്നേഹം ഒരു നാൾ ഉതിർന്നു പോകുകയില്ല. പ്രവചനപരം അത് നീങ്ങിപ്പോകും, ഭാഷാപരം അത് നിന്നു പോകും, ജ്ഞാനം അത് നീങ്ങിപ്പോകും. അംശമായി മാത്രം നാം പ്രവചിക്കുന്നു, പൂർണ്ണമായത് വരുമ്പോഴോ അംശമായത് നീങ്ങിപ്പോകും. ഇവിടെ നാം രക്ഷിക്കപ്പെടുമ്പോൾ, അല്ലെങ്കിൽ നാം നമ്മുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് മാനസാന്തരപ്പെട്ട് കർത്താവായ യേശു ക്രിസ്തു വിശ്വസിച്ച് പരിശുദ്ധ കർത്താവായ യേശു ക്രിസ്തുവിനെ നമ്മുടെ സ്വന്തം രക്ഷകനും ദൈവമായിട്ട് സ്വീകരിക്കുമ്പോൾ നാം ദൈവമക്കളാകുന്നു. നാം രക്ഷിക്കപ്പെടുന്നു. നിത്യശിക്ഷാവധിയിൽ നിന്ന് നാം വിടുവിക്കപ്പെടുന്നു. ആ നിമിഷം തന്നെ പരിശുദ്ധാത്മാവ് ദൈവം എന്ന ആദ്യ ദാനം നമ്മൾക്ക് ലഭിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ വന്നതിന് ശേഷം നമ്മളുടെ പരിശുദ്ധാത്മാവും ദൈവം തൻ്റെ ഹിതപ്രകാരം, തൻ്റെ ഇഷ്ടപ്രകാരം നമ്മൾക്ക് ആത്മീക വരങ്ങളെ തരുന്നു എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. നമ്മുടെ ചോയ്സോ, നമ്മുടെ ഇഷ്ടപ്രകാരമോ, നമ്മുടെ കഴിവിൻ്റെ അനുസരിച്ച് ഒന്നുമല്ല. പരിശുദ്ധാത്മാവ് തൻ്റെ ഹിതപ്രകാരം നമ്മൾക്ക് ആത്മീക വരങ്ങളെ നമുക്ക് തരുന്നു. ആദ്യ യുഗങ്ങളിൽ അനേക വരങ്ങൾ ഉണ്ടായിരുന്നു ചർച്ച് ഹിസ്റ്ററി തുടങ്ങിയപ്പോൾ. എന്നാൽ അത് പലതും അത് നിന്നു പോയി എന്നുള്ളത് ഈവൻ അപ്പോസ്തലൻ്റെ ജീവിതത്തിൽ നിന്ന് തന്നെ അത് നമുക്ക് പഠിക്കുവാനായിട്ട് സാധിക്കും. ഇവിടെ നമുക്ക് പല കാര്യങ്ങളിൽ ഇവിടെ ആദ്യ നൂറ്റാണ്ടുകളിൽ ദൈവം കൊടുത്തതായിട്ടുള്ള വീര്യപ്രവൃത്തികളുടെ പിന്നെ രോഗശാന്തികളുടെ വരം, പൗലോസിൻ്റെ ജീവിതത്തിൻ്റെ അന്ത്യകാലത്തോടുള്ള ബന്ധത്തിൽ നമ്മളൊന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ അത് ഇല്ലാതെയായി പോകുന്നു. ഇവിടെ പറഞ്ഞതുപോലെ തന്നെ അംശമായി മാത്രം നാം അറിയുന്നു, അംശമായി നാം പ്രവചിക്കുന്നു, പൂർണ്ണമായത് വരുമ്പോൾ അംശമായി നീങ്ങിപ്പോകും, നിന്നു പോകും, ഭാഷ വരുമ്പോൾ നിന്നു പോകും എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. അത് നമുക്ക് അത് അതുപോലെ സംഭവിച്ചതായിട്ട് അത് പൗലോസിൻ്റെ ജീവിതത്തിൽ നിന്ന് നമുക്ക് പഠിക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. ഒന്നാമതായിട്ട് നമുക്ക് കാണാം, പൗലോസ് അപ്പോസ്തലൻ അനേക അത്ഭുതങ്ങൾ ചെയ്ത ഒരു വ്യക്തിയായിരുന്നു എന്നുള്ളത് പൗലോസിൻ്റെ ജീവിതത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. നമുക്ക് അപ്പോസ്തല പ്രവൃത്തികൾ 16 അധ്യായത്തിൻ്റെ 16 മുതലുള്ള വാക്യം ഒന്ന് വായിക്കാം. ഞങ്ങൾ പ്രാർത്ഥനാ സ്ഥലത്തേക്ക് ചെല്ലുമ്പോൾ വെളിച്ചപ്പാടത്തിയായി ലക്ഷണം പറയുന്ന യജമാന്മാർക്ക് വളരെ ലാഭം വരുത്തുന്ന ഒരു ബാല്യക്കാരത്തെ ഞങ്ങൾ എതിരേറ്റു. അവൾ പൗലോസിൻ്റെയും ഞങ്ങളുടെയും പിന്നാലെ വന്നു. ഈ മനുഷ്യർ അത്യുന്നതനായ ദൈവത്തിൻ്റെ ദാസന്മാർ, രക്ഷാമാർഗം നിങ്ങളോട് അറിയിക്കുന്നവർ എന്ന് വിളിച്ചു പറഞ്ഞു. ഇങ്ങനെ അവൾ പലനാൾ ചെയ്തു വന്നു. പൗലോസ് മുഷിഞ്ഞ് തിരിഞ്ഞു നോക്കി അവളിലുള്ള ബോധത്തോടെ അവളെ വിട്ടുപോകാൻ ഞാൻ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നിന്നോട് കൽപ്പിക്കുന്നു എന്ന് പറഞ്ഞു. ആ നാഴികയിൽ തന്നെ അത് അവളെ വിട്ടുപോയി. ഭൂതങ്ങളെ പുറത്താക്കുന്ന അപ്പോസ്തലനായ പൗലോസിനെ നമുക്ക് ഇവിടെ കാണുവാനായിട്ട് സാധിക്കും. 19 അധ്യായത്തിൻ്റെ 11 മുതലുള്ള വാക്യത്തിൽ, അവിടെ 19 അധ്യായത്തിൻ്റെ 11 മുതലുള്ള വാക്യത്തിൽ വീണ്ടും നമുക്ക് പല കാര്യങ്ങൾ അവിടെ കാണുവാനായിട്ട് സാധിക്കും. ദൈവം പൗലോസ് മുഖാന്തരം അസാധാരണമായ വീര്യപ്രവൃത്തികൾ ചെയ്യിക്കാൻ അവൻ്റെ മേന്മയിൽ നിന്ന് റോമാലും ഉത്തരീയവും ഇവിടെ കാണുന്നു. അവൻ്റെ ഇവിടെ ദൈവമാണ് ചെയ്യിക്കുന്നത്, അല്ലാതെ പൗലോസിൻ്റെ കഴിവുകൊണ്ടല്ല. അത് ദൈവത്തിൻ്റെ കഴിവുകൊണ്ട്, ദൈവത്തിൻ്റെ കൃപാവരമാണ് അവിടെ ജ്വലിച്ചു കാണുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ദൈവം പൗലോസ് മുഖാന്തരം അസാധാരണമായ വീര്യപ്രവൃത്തികളുടെ വരം പൗലോസിനുണ്ടായിരുന്നു. രോഗശാന്തികൾക്കുള്ള വരം പൗലോസിനുണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. വീര്യപ്രവൃത്തികളെ ചെയ്യിക്കാൻ അവൻ്റെ മേന്മയിൽ നിന്ന് റുമാലും ഉത്തിരിയും രോഗികളുടെ മേൽ കൊണ്ടുവന്നിടുകയും വ്യാധികൾ അവരെ വിട്ടുമാറുകയും ദുരാത്മാക്കൾ പുറപ്പെടുകയും ചെയ്യുന്നു. ഇത് ദൈവത്തിൻ്റെ ഒരു വലിയ അത്ഭുത പ്രവൃത്തിയായിരുന്നു എന്ന് പൗലോസിൽ കൂടെ ചെയ്ത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. മാത്രമല്ല, ഇപ്പോൾ 20 അധ്യായം അപ്പോസ്തല പ്രവൃത്തികൾ തന്നെ 20 അധ്യായത്തിൽ 8 മുതലുള്ള വാക്യങ്ങളിൽ കാണുന്ന, അവിടെ യൂത്തിക്കോസ് എന്ന യവനക്കാരൻ കിളിവാതിക്കലിരുന്ന് ഗാഠനിദ്ര
പിടിച്ചു. പൗലോസ് വളരെ നേരം സംഭാഷിക്കാൻ നിദ്രാവശനായി 3-ാം തട്ടിൽ നിന്ന് താഴെ വീണു. അവനെ മരിച്ചവനായി എടുത്തു കൊണ്ടുവന്നു. പൗലോസ് ഇറങ്ങിച്ചെന്ന് അവൻ്റെ വീണ് തഴി ഭ്രമിക്കേണ്ട, അവൻ്റെ പ്രാണൻ അവനിലുണ്ട് എന്ന് പറഞ്ഞു. പിന്നെ അവനിലുണ്ട് എന്ന് പറഞ്ഞു. ഒരു മരിച്ച യൂത്തിക്കോസിനെ ഇവിടെ ജീവിപ്പിക്കുന്ന പൗലോസിനെ നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇത്ര അത്ഭുതവരത്തിൻ്റെ കൃപാവരം പൗലോസിനുണ്ടായിരുന്നു. അതുപോലെ തന്നെ രോഗശാന്തിയുടെ വരം പൗലോസിനുണ്ടായിരുന്നു. എന്നാൽ പിന്നീട് അനേക സന്ദർഭങ്ങളിൽ അത് ആ രോഗശാന്തിയുടെ ഭാരം നിന്നു പോകുക എന്നുള്ളത് പൗലോസിൻ്റെ ജീവിതത്തിൽ നിന്ന് തന്നെ നമുക്ക് പഠിക്കുവാനായിട്ട്, നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അത് നമുക്ക് ആദ്യമായിട്ട് നമുക്ക് മനസ്സിലാകുന്നത് ഫിലിപ്പിയർ ലേഖനത്തിൽ ഫിലിപ്പിയർ 2:27 വാക്യം നമുക്ക് വായിക്കാം. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 27 വാക്യത്തിൽ നമുക്ക് കാണാം. അവിടെ എപ്രഭവത്തോസിനെ കുറിച്ചാണ് നമുക്ക് പഠിക്കുവാനായിട്ട് സാധിക്കുന്നത്. അവൻ നിങ്ങളെല്ലാവരെയും കാണുവാൻ വാഞ്ചിച്ചും താൻ ദീനമായി കിടന്നെന്ന് നിങ്ങൾ കേട്ടതുകൊണ്ട് വ്യസനിച്ചുമിരുന്നു. അവൻ ദീനം പിടിച്ച് മരിപ്പാറായിരുന്നു സത്യം. എങ്കിലും ദൈവം അവനോട് കരുണ ചെയ്തു. അവനോട് മാത്രമല്ല, എനിക്ക് ദുഃഖത്തിന്മേൽ ദുഃഖം വരാതിരിപ്പാൻ എന്നോടും കരുണ ചെയ്തു. ഇവിടെ എപ്രഭവത്തോസിന് ഫിലിപ്പി ലേഖനത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്ന എപ്രഭവത്തോസിന് അസുഖം വന്നു. എന്നാൽ അവിടെ പൗലോസ് തൻ്റെ രോഗശാന്തി വരം കൊണ്ടോ തൻ്റെ അത്ഭുത പ്രവൃത്തി വരം കൊണ്ടോ എപ്രഭവത്തോസിനെ സൗഖ്യമാക്കിയില്ലെന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. പൗലോസ് പോലും ഒത്തിരി വേദന അനുഭവിച്ചു. എങ്ങനെയെങ്കിലും എപ്രഭവത്തോസിനെ സൗഖ്യം കിട്ടണമെന്ന് ആഗ്രഹിച്ചു. എന്നാൽ സാധിച്ചില്ല. എന്നാൽ ഗ്രാജുവലി അവൻ സൗഖ്യം പ്രാപിച്ചു. അപ്പോൾ ദൈവത്തെ സ്തുതിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ അന്ന് വരമുണ്ടായിരുന്നെങ്കിൽ അത് എപ്രഭവത്തോസിനെ സൗഖ്യമാക്കിയേനെ എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. എന്നാൽ അന്ന് ഇത് വരം നിന്നുപോയി എന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ തന്നെ പറയുന്നുണ്ട്. വരങ്ങൾ നിന്നു പോകും, പല വരങ്ങൾ നിന്നു പോകും എന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അതിലൊന്നാണ് ഈ രോഗശാന്തിയുടെ വരവും വീരപ്രവൃത്തികളുടെ വരവും. ഇത് രണ്ടും നിന്നുപോയി എന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. പിന്നെ നമുക്ക് രണ്ടാമതായിട്ട് മനസ്സിലാക്കുന്ന തിമോത്തിയോസിന് ഒരു രോഗം വന്നു. ആ രോഗമുണ്ടായപ്പോൾ മരുന്ന് കഴിക്കുവാനാണ് പൗലോസ് പറയുന്നതായി കാണുന്നത്. സാധാരണ ആത്മരോഗശാന്തിയുടെ വരമോ അല്ലെങ്കിൽ മറ്റേ രോഗശാന്തിയുടെ വരമോ അത്ഭുതശാന്തിയുടെ വരമോ ഉണ്ടായിരുന്നെങ്കിൽ പൗലോസ് തിമോത്തിയോസിനൊന്ന് തൊട്ട് അല്ലെങ്കിൽ സൗഖ്യമാക്കിയേനെ. എന്നാൽ അതൊന്നും ചെയ്യാതെ തിമോത്തിയോസിനോട് പൗലോസ് പറയുകയാണ്, വീഞ്ഞെന്ന് പറഞ്ഞാൽ അത് ഇവിടെ മരുന്നായിട്ടാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. സ്വല്പം വീഞ്ഞ് കുടിക്കുക എന്നുള്ളതാണ് ഇവിടെ നമുക്കത് 1 തിമോത്തിയോസ് 5-ാം അധ്യായത്തിൻ്റെ കാണാനായിട്ട് സാധിക്കും. നിന്നെ തന്നെ നിർമ്മലനായി കാത്തോളാം. മേലാൽ വെള്ളം മാത്രം കുടിക്കാതെ നിൻ്റെ അജീർണതയെ കൂടെയുള്ള ക്ഷീണവും നിമിത്തം അല്പം വീഞ്ഞ് സേവിച്ചോളുവിൻ. ഇവിടെ പൗലോസ് മരുന്ന് കഴിക്കുവാനായിട്ട് പറയുകയാണെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അങ്ങനെ ആ വരം നിന്നുപോയി എന്നുള്ളത് നമുക്ക് ഇവിടെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് യാക്കോബിൻ്റെ ലേഖനത്തിൽ നിന്നും അത് തന്നെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. രോഗം വരുമ്പോൾ അത്ഭുത രോഗശാന്തി അല്ല അവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അവിടെ കാണുന്നത് എണ്ണ പുരട്ടി മൂപ്പന്മാർ പ്രാർത്ഥിക്കുക. എണ്ണ എന്ന് വെച്ചാൽ മരുന്ന് പുരട്ടി പ്രാർത്ഥിക്കുക എന്ന് തന്നെയാണ് അതിൽ നിന്ന് അർത്ഥമാക്കുവാനായിട്ട് സാധിക്കുന്നത്. അത് നമുക്ക് യാക്കോബിൻ്റെ ലേഖനത്തിൽ 5-ാം അധ്യായത്തിൽ അത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. നിങ്ങൾ കഷ്ടം അനുഭവിക്കുന്നവൻ പ്രാർത്ഥിക്കട്ടെ, സുഖം അനുഭവിക്കുന്നവൻ പാട്ട് പാടട്ടെ. നിങ്ങളിൽ ദീനമായി കിടക്കുന്നവർ സഭയിലെ മൂപ്പന്മാരെ വരുത്തട്ടെ. അവർ കർത്താവിൻ്റെ നാമത്തിൽ അവനെ എണ്ണ പൂശി അവന് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. എന്നാൽ വിശ്വാസത്തോടെ പ്രാർത്ഥന ദീനക്കാരനെ രക്ഷിക്കുകയും കർത്താവിനെ എഴുന്നേൽപ്പിക്കും. ഈ ഭാഗങ്ങളിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും രോഗശാന്തിക്കുള്ള വരം നിന്നുപോയി എന്ന് കാണാനായിട്ട് സാധിക്കും. പൗലോസിൻ്റെ സ്വന്തം ജീവിതത്തോടുള്ള ബന്ധത്തിലും പൗലോസിനൊരു അസുഖം വന്നു. വീരപ്രവൃത്തികൾ ചെയ്തുകൊണ്ടിരുന്ന സമയത്തായിരുന്നെങ്കിൽ ആ അസുഖം പ്രാർത്ഥിച്ച് അത് മാറ്റുമായിരുന്നു. എന്നാൽ അത് കർത്താവിനോട് പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് പറഞ്ഞു, എൻ്റെ കൃപ നിനക്ക് മതിയെന്ന് പറഞ്ഞു. കൃപ കൊണ്ട് മൂടുന്നു. ആ രോഗം സൗഖ്യമാക്കിയതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. ഈ പൗലോസിൻ്റെ ജീവിതത്തോടുള്ള ബന്ധത്തിൽ അനേക കാര്യങ്ങൾ നമുക്കിങ്ങനെ പഠിക്കുവാനുണ്ട്. അതിലൊന്നാണ് പൗലോസിൻ്റെ ജീവിതത്തിൽ വളരെ
കൃപാവരങ്ങൾ നിറഞ്ഞ ഒരു ദൈവം കൊടുത്തു. അത് പൗലോസ് അതിൻ്റെ മാക്സിമം അത് ഉപയോഗിച്ചു. അതിൽ ബാക്കിയുള്ള കൃപാവരങ്ങളൊന്നും നിന്നു പോയിട്ടില്ല. പല കൃപാവരങ്ങൾ നിന്നെങ്കിലും പൗലോസിൻ്റെ ജീവിതാവസാനം വരെ പല കൃപാവരങ്ങളും അവനിൽ തന്നെ അത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എന്നാൽ രോഗശാന്തിക്കുള്ള വരവും വീരപ്രവൃത്തികളുടെ വരവും അത് നിന്നുപോയി എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഇതിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലാക്കുന്ന നമ്മുടെ ദൈവത്തിൻ്റെ വചനം എത്രയും അതിൽ ഒന്നുപോലും അത് മാറിപ്പോകാത്തതും അതുപോലെ പ്രവർത്തിക്കുന്നതുമാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. വെളിപ്പാട് പുസ്തകത്തിൽ പറഞ്ഞ പോലെ ഈ പുസ്തകത്തിലെ വചനത്തിൽ നിന്ന് ആരെങ്കിലും വല്ലതും നീക്കിക്കളഞ്ഞാൽ ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ജീവവൃക്ഷത്തിൻ്റെ വൃക്ഷത്തിലും വിശുദ്ധകാര്യത്തിലും അവനുള്ള അംശം നീക്കിക്കളയും. ഇതിൻ്റെ ആദ്യവും അന്തവുമായിട്ടുള്ള ഒരു വാക്ക് പോലും പറയുവാനായിട്ട് സാധിക്കില്ല. ഇതിൽ തന്നെ ദൈവം എല്ലാം വെളിപ്പെടുത്തി തന്നിരിക്കുന്നു എന്നുള്ളതുകൊണ്ട് ഈ ദൈവത്തിൻ്റെ വചനം പൂർണ്ണമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. പൂർണ്ണമായത് വരുമ്പോൾ അംശമായിട്ടുള്ള പല കാര്യങ്ങളും നീങ്ങിപ്പോകും. എന്നാൽ ദൈവത്തിൻ്റെ വചനം പൂർണ്ണമായതാണ്. അത് മനസ്സിലാക്കിക്കൊണ്ട് ഈ ദൈവത്തിൻ്റെ വചനം പഠിക്കുവാനും ഈ വചനത്തെ സ്നേഹിക്കുവാനും ഈ വചനമനുസരിച്ച് ജീവിപ്പാനും കർത്താവ് ഒരു ദിവസങ്ങൾ നമ്മളെ സഹായിക്കട്ടെ. അവൻ്റെ വലിയ നാമം മഹത്വപ്പെടുമാറാകട്ടെ.